സുന്നി എന്ന് പറഞ്ഞ സാധനം ഇന്ന് ആഗോളതലത്തിൽ ഇല്ലാന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒക്കെ വഹാബികൾക്കിരിക്കപ്പെട്ടു. ആ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോവാം. നിങ്ങൾ എന്ത് സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല. ഒരു എഴുതി വെച്ചോളൂ, സുന്നി എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ നാട്ടിലില്ലല്ലോ, സംശയം വേണ്ട. ഈ സെമി വഹാബിസം സുന്നി എന്ന പേരിൽ ഇറങ്ങി നടക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞ ഒക്കെ നിങ്ങൾക്ക് ദേഷ്യമാണല്ലോ. അത് അങ്ങനെ തന്നെ നടന്നത്. എത്ര ആദർശ സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല. സുന്നി എന്ന സാധനം 5 കൊല്ലം കൊണ്ട് മലയാളക്കരയിൽ ഉണ്ടാവില്ല. ഒരിക്കലുണ്ട്, ഇമ്പോസിബിൾ. ഒരിക്കലും ഉണ്ടാവില്ല, ഉണ്ടാകുകയില്ല. ഈ ആദർശ സമ്മേളനം നടത്തുന്നവർ പോലും എന്തായി മാറും? സെമി വഹാബികളായി മാറും. നിലവിൽ ആണ്. നീ കുറച്ചും കൂടി ഞാൻ ചീത്തറിഞ്ഞാണ്, എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അതെന്നടക്കൂ, അതുറപ്പ്, നിസ്സംശയം. നിങ്ങൾ ഇന്നെ എത്ര ചീത്തറിഞ്ഞാലും അതേ നടക്കുള്ളൂ. അത് അങ്ങനെ തന്നെയാവും. സുന്നി എന്ന പിന്നെ വ്യക്തികളിൽ ഒതുങ്ങിയേക്കാം. ഏതെങ്കിലും സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ അവരവരുടെ വീടുകളിൽ ദർസ് നടത്തുകയോ മറ്റോ ചെയ്തേക്കാം. പള്ളിയിൽ ദർസ് നടത്താൻ പറ്റില്ല. ഒരു സുന്നി ദർസിന് പള്ളിയിൽ നടക്കൂല. ഒരു സെമി വഹാബിസം മാത്രമായിരിക്കും പള്ളികളിൽ പോലും ഇനി ഉണ്ടാവുക. അത് ഒക്കെ നടപ്പിലാവും. ഞാൻ തിരിച്ചു വരികയാണ്. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി പോകും. ഞാൻ പറയാ, ഇത് നടന്നിരിക്കും. നിങ്ങൾ എന്ത് ആദർശ സമ്മേളനം നടത്തിയിട്ടും കാര്യമല്ല. മലയാളക്കരയിൽ സുന്നി ഉണ്ടാവില്ല 5 കൊല്ലം കൊണ്ട്. സെമി വഹാബിസം സുന്നി എന്ന പേരിൽ ഇറങ്ങി നടക്കും. അത് AP ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാവരും സുന്നി ആവൂല. സുന്നി 5 കൊല്ലം കൊണ്ട് ഇല്ലാതെയാവും. ഒരു പണിയെടുത്തിട്ടും കാര്യമില്ല. എന്തുകൊണ്ട്? പാട് കാലം നമ്മൾ അഡ്ജസ്റ്റിന് തയ്യാറാകുകയാണ്. അഡ്ജസ്റ്റിന് തയ്യാറായി കഴിഞ്ഞാൽ സുന്നി ഇല്ലാതെയാവും. സുന്നി അഡ്ജസ്റ്റിന് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അഡ്ജസ്റ്റാണ് പ്രശ്നം. തിരിച്ചു വരിക. ഞാൻ പിന്നെ വൈക്ക് പോയി തിരിച്ചു വരിക. ഞാൻ എൻ്റെ തൊള്ളയിലുള്ള ഇനി പറയില്ല, ഇനി അനുഭവിച്ചോളി. സുന്നി ഉണ്ടാവില്ല, നാട്ടിൽ സുന്നി ഉണ്ടാവില്ല. ത്വരീഖത്തുകാർ പോലെ വഹാബികളായിരിക്കും. ത്വരീഖത്തുകളിലൊക്കെ നല്ലൊരു ശതമാനം വഹാബികളാണ്. ത്വരീഖത്തുകളൊക്കെ നല്ല ഖാദിരി, നക്ഷബന്ദി, എല്ലാ ത്വരീഖത്തുകളും വഹാബികൾ. എല്ലാ ത്വരീഖത്തുകളും വഹാബിസം കയറി പോയിട്ടുണ്ട്. അവർക്കാണ് ഇനി സ്വാധീനം ഉണ്ടാവുക ഇമാം മഹ്ദി വരുന്നത് വരെ. അപ്പൊ ഇമാം മഹ്ദിയെ വരുത്താതിരിക്കാനുള്ള എത്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമാം മഹ്ദി വരൂല എന്ന പേരിൽ എത്ര പ്രഭാഷണങ്ങളാണുള്ളത്. ഇമാം മഹ്ദി വരൂല എന്ന എത്ര പ്രഭാഷണങ്ങളുണ്ട്. എനിക്കിപ്പോൾ ഇമാം മഹ്ദി വന്നോളുന്നില്ല. അള്ളാഹു തആലക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വന്നോട്ടെ. എനിക്കിപ്പോൾ മഹ്ദി ഇമാം വരണോ? ഞാൻ വന്ന് പോകണമെന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇമാം മഹ്ദി വരുന്നത് വരെ ഇത് നേരെ നിർത്താൻ കഴിയില്ല. കാരണം അഡ്ജസ്റ്റ്മെൻ്റാണ് എല്ലാവർക്കും വേണ്ടത്. സുഖലോലുപത അത് തന്നെ. എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി. അതന്നെ പ്രശ്നം, അത് തന്നെ പ്രശ്നം. പിന്നെ ഒരാളുടെ മതവൽക്കരിക്കുന്നതിന് ദീന് മാനദണ്ഡം ആക്കാതിരിക്കുക. ഒരാളെ മതവൽക്കരിക്കുന്നതിന് ദീന് മാനദണ്ഡം ആക്കാതിരിക്കുക. ഏതെങ്കിലും സമ്മേളനങ്ങളിൽ തക്ബീറുകളോ നിങ്ങൾ കൽപ്പിച്ച് കുറേ തക്ബീർ ചെല്ലിയത് കൊണ്ടൊന്നും നാട്ടിൽ ദീൻ നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പണ്ട് വിഡ്ഢികളായി നടന്നിരുന്ന നിങ്ങൾക്ക് ഇപ്പോഴും വിഡ്ഢിത്തരം തലേന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് ഞാനിത് പറയുള്ളൂ. നിങ്ങൾ പണ്ടത്തെ വിഡ്ഢിത്തരം ഇപ്പോഴും പേറുണ്ട് എന്നാണ് അത് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ള ഒരു ഭരണാധികാരിയാണ്. അവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില അപാകതകളൊക്കെ ഭരണാധികാരികൾ പൊതുവെ തുർക്കി ഖലീഫമാർ നല്ലവരാണ്. പൊതുവെ തുർക്കി ഖലീഫമാർ നല്ലവരാണ്. ഒരാൾ പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇപ്പോൾ വലിയ നന്മയുള്ള ആളുകളായിരുന്നു അവർ. മറ്റൊരാളെ പ്രശംസയ്ക്ക് വേണ്ടി പണിയെടുക്കാത്ത ഒരു ഹൃദയം ശുദ്ധിയുള്ള ആളുകൾ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പിന്നെ എന്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്തൊരു സ്നേഹം കാണിച്ച അവസാനത്തെ ഭരണാധികാരി പോലും. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന അംബരിയ മസ്ജിദാണ് തുർക്കികൾ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതൊക്കെയാണ് ഈ പള്ളി. അതായത് എങ്ങനെ മദീനയുടെ വടക്ക് കിഴക്ക്.
അതായത് നേരെ മദീനയിൽ റൗളന്റെ അവിടെയൊക്കെ കൊണ്ടുവന്ന് നിർത്താൻ അവർക്ക് കഴിയുമല്ലോ, കുറച്ച് ദൂരെ മാറ്റി. എന്തുകൊണ്ട്? ശബ്ദം വരരുത്, ബഹളം വരരുത്. കാരണം റസൂലുള്ളാഹിന്റെ നഗരത്തെ അങ്ങനെ നിലനിർത്തണം. നിങ്ങളെന്താ പറയുന്നത്? റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചപ്പോൾ പണിക്കാരോട് നിർബന്ധമായി കൽപ്പിച്ചു ചുറ്റികകൾക്ക് മുകളിൽ ശീലകഷ്ണം ചുറ്റണം, അല്ലാതെ അടിക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി കിടക്കുന്നുണ്ട് സ്വല്ലല്ലാഹു. യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്. കട്ടിൻ്റെ അടിയിൽ മണ്ണ് കൊണ്ട് നോക്കും. എന്തിന്? രാവിലെ എണീറ്റാൽ ഉടനെ തേമം ചെയ്യും, എന്നിട്ടേ നടന്നു പോയിട്ട് ഉളൂ ചെയ്യുള്ളൂ. അപ്പോൾ ശുദ്ധി ഇല്ലാതൊരു സെക്കൻഡിലുണ്ടാകരുത് തൻ്റെ ഉണർച്ചയിൽ. ഇത് അബ്ദുൽ രീതിയായിരുന്നു. കട്ടിലിൻ്റെ തൊട്ടടുത്ത് ഇപ്പം വെള്ളം ഉണ്ടാവില്ലല്ലോ, പക്ഷെ എന്നാലും അവിടെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ മണ്ണ് വെക്കും ഉറങ്ങുമ്പോൾ. എന്നിട്ട് രാവിലെ എണീറ്റാൽ ആദ്യം എന്ത് ചെയ്യും? തേമം ചെയ്യും, എന്നിട്ടാണ് നടക്കുക ഉളൂ ചെയ്യാൻ. അത് അബ്ദുൽ ഹമീദ്. അങ്ങനെ അവരെ സൂക്ഷിച്ചോ എത്ര ഉണ്ടാവും. ഇപ്പൊ സിയോണിസം ഉണ്ടാക്കുന്ന തിയഡോർ ഹഡ്സല, അദ്ദേഹം 1864 മുതൽ 1904 ആയിരിക്കും അദ്ദേഹത്തിന്റെ കാലഘട്ടം, എൻ്റെ ഓർമ്മ. തിയഡോർ ഹഡ്സൽ 40 വയസ്സ്, 40-ാമത്തെ വയസ്സിൽ മരിച്ചു. തിയഡോർ ഹഡ്സനാണ് ഫാദർ ഓഫ് ഇസ്രായേൽ എന്ന് പറയാം, ഒരു നാഷണൽ ഫാദറാണ്. അതായത് 1948 മെയ് 14 ഇസ്രായേൽ ഉണ്ടാവുന്നത്. അതിൻ്റെ ഏകദേശം 44 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ രാഷ്ട്രപിതാവ് മരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അവരുടെ രാഷ്ട്രപിതാവാണ് ആര്? തിയഡോർ ഹഡ്സൽ. ഹഡ്സൽ മരിക്കുന്നത് 1904. ഇസ്രായേൽ ഉണ്ടാവുന്ന 1948. 1897 ഓഗസ്റ്റ് 3 സിയോണിസം ഉണ്ടാവുന്നത്. 1897 ഓഗസ്റ്റ് 3 സ്വിറ്റ്സർലാൻഡിൽ വെച്ചാണ് ആ സമ്മേളനം നടത്തിയിട്ട് പിന്നെ സിയോണിസം പ്രഖ്യാപിക്കുന്നത് തിയഡോർ ഹഡ്സൽ. അയാളാണ് സിയോണിസത്തിൻ്റെയും പിതാവ്, ഇസ്രായേലിൻ്റെയും രാഷ്ട്രപിതാവ്. ആദ്യത്തെ അവരുടെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയനാണ്. 1948 മെയ് 14 ഇസ്രായേൽ വരുമ്പോൾ ഇസ്രായേലിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയനാണ്. അവരുടെ ഇപ്പോഴത്തെ ആദ്യത്തെ എയർപോർട്ടിന്റെ പേരും ഇപ്പോൾ ബെൻഗൂരിയൻ എയർപോർട്ടാണ്. ലിഡ എന്ന സ്ഥലത്താണ്. ഇത് പക്ഷേ ബാബുലുദ് അതാവാനാണ് സാധ്യത. മനസ്സിലായില്ല? ദജ്ജാലിനെ പിന്തുടരുമല്ലോ ആര്? സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. എന്നിട്ട് അവനെ പിടികൂടൽ എവിടെ വെച്ചാണ്? ബാബുലുദ്ദിൽ വെച്ചാണ്. ലുദ് എന്ന് പറഞ്ഞ സ്ഥലം ലിഡയാണ്. ലിഡ ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഇസ്രായേലിൽ ലിഡ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് എന്ത്? ബെൻഗൂരിയൻ എയർപോർട്ട്. അവിടുത്തെ മിലിറ്ററി ബേസ് ആണ്. ഇപ്പം ടെല്ലവീവിന്റെ ഒരു തുടക്കത്തിൽ, ടെല്ലവീവിന്റെ ഒരു പ്രവിശ്യയാണ് സത്യത്തിൽ ലിഡ. ലിഡയിലാണ് അവരുടെ ആദ്യത്തെ എയർപോർട്ട്. പിന്നെ എയർപോർട്ട് മാറ്റിയിട്ടുണ്ട്, അതിന് ബെൻഗൂരിയന്റെ പേരിട്ടു. ബെൻഗൂരിയൻ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. പക്ഷെ അതേസമയത്ത് അവരുടെ രാഷ്ട്രപിതാവ് തിയഡോർ ഹഡ്സലാണ്. ഹഡ്സൽ 1897 ഓഗസ്റ്റ് 3 തിയഡോർ ഹഡ്സലിന്റെ നേതൃത്വത്തിൽ സിയോണിസം നിലവിൽ വന്നു. അതിൻ്റെ ഒരു 3-ാമത്തെ വർഷം അല്ലെങ്കിൽ 4-ാമത്തെ വർഷം 1901 ഹഡ്സൽ വന്ന് അബ്ദുൽ ഹമീദ് രണ്ടാമനെ കണ്ടു. അന്ന് തുർക്കി ഖലീഫമാർക്ക്, തുർക്കി ഭരണകൂടത്തിന് വലിയ വിദേശ കടമുണ്ട്. കാരണം അത്രയും പ്രശ്നങ്ങളാണ്. ഒരു ഭാഗത്ത് റഷ്യയുടെ യുദ്ധം, ഹംഗറിയിൽ യുദ്ധം, പ്രശ്നം, മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ. 10,000-കണക്കിന് ചാരന്മാർ റോന്ത് ചുറ്റാണ്. ആരുടെ? ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും. ബ്രിട്ടനും ഫ്രാൻസും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ഇത് ഞങ്ങൾ പിടിച്ചടക്കുന്നു. ആരെ കയ്യിൽ നിന്ന്? തുർക്കിയുടെ കയ്യിൽ നിന്ന്. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? നല്ല തല കൊടുത്ത് ചിന്തിക്കണം കേട്ടോ. തുർക്കിയുടെ കയ്യിൽ നിന്ന് ഇത് ഞങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പിടിച്ചടക്കും എന്ന വാശിയും ഉണ്ടായിരുന്നു. തുർക്കി ഖിലാഫത്തിനെ നശിപ്പിച്ചിട്ട് തുർക്കിയുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കണം എന്ന താല്പര്യം ഉണ്ടായിരുന്നു ആർക്ക്? ബ്രിട്ടനും ഫ്രാൻസിനും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് അവിചാരിതമായ ഒരു ലോകമഹായുദ്ധം വന്നിട്ട് ഭൂമി പിടിച്ചടക്കിയല്ല, അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത്? ലോകമഹായുദ്ധം. അതിനെന്താ കാരണം? പെട്രോളിയം. 1902 തുർക്കി ഖിലാഫത്തിന്റെ കീഴിൽ പെട്രോളിയം കണ്ടുപിടിച്ചു. തുർക്കി ഖിലാഫത്തിന്റെ കീഴിലല്ലെങ്കിലും ആ തുർക്കി ഖിലാഫത്തിലാണ് എന്ത്? യൂഫ്രട്ടീസ് നദീതടം. അതിനോട് തൊട്ടൊട്ടി നിൽക്കുന്ന പ്രദേശമാണ് സത്യത്തിൽ ഏത്? ഇറാന്. അതും യൂഫ്രട്ടീസ് നദീതടത്തിൽ പരിധിയിൽപ്പെട്ടതാണ്.
അത് ബ്രിട്ടനുമായി സഖ്യത്തിലായിരുന്നു ഈ പ്രദേശം, ഇറാൻ അന്ന്. ആ പ്രദേശത്ത് പെട്രോളിയം കണ്ടുപിടിച്ചു 1902. എങ്കിൽ അതിനേക്കാൾ വലിയ പെട്രോളിയം അപ്പുറത്തുണ്ടാകുമെന്ന് പര്യവേഷണങ്ങൾ നടത്തി ഇവരുടെ ബ്രിട്ടീഷ് ചാരന്മാര്. അപ്പൊ ഇവരെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കണം. തുർക്കി ഖിലാഫത്തിന്റെ ഖിലാഫത്ത് നഷ്ടപ്പെടാനുള്ള അടിസ്ഥാന കാരണം പെട്രോളിയം. 1900 ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ 1902 ഇതൊരു കാർട്ടൂണാണ്. 1908 ലേ പെറ്റിറ്റ് ജേർണൽ എന്ന ഒരു ഫ്രാൻസിലെ ഒരു മാഗസിനിൽ വന്ന ഒരു പത്രത്തിൽ വന്ന അതെ ലേ പെറ്റിറ്റ് ജേർണൽ. ഈ ജേർണലിൽ 1908 ഡിസംബർ 18 വന്ന ഒരു കാർട്ടൂണാണ് ഇത്. 1908 എന്താ ഈ കാർട്ടൂണിൽ കാണുന്നത് എന്നാൽ ഇത് അബ്ദുൽ ഹമീദ് രണ്ടാമനാണ്. ഈ കൈ കെട്ടി നിൽക്കുന്നത് അബ്ദുൽ ഹമീദ് രണ്ടാമനാണ്. അബ്ദുൽ ഹമീദിന്റെ രണ്ടാമന്റെ കാലിനടിയിൽ ഒരു കാർപ്പറ്റ് ഉണ്ട്. കാർപ്പറ്റ് കൊണ്ട് ഉപയോഗിക്കുന്ന ഭൂമിയാണ്. അത് വലിച്ചെടുക്കുക രണ്ടാണ്. ഇത് ഫ്രാൻസിന്റെ പ്രതിനിധിയാണ്, ഇത് റഷ്യ. ഇത് ഫ്രാൻസ്, ഇത് റഷ്യ. ഇവര് കീറി വലിച്ചെടുക്കുക. അബ്ദുൽ ഹമീദിന്റെ കാലിനടിയിൽ പിന്നെ ഒരു തുണ്ട് ഭൂമി മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ല, മനസ്സിലായ പറഞ്ഞത്. ഇത് നടപ്പിലാക്കണ 1918 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങണമെന്ന 1914 ഈ കാർട്ടൂൺ അച്ചടിച്ചു വരുന്നത് ഫ്രാൻസിലെ ഒരു പത്രത്തിൽ. ഈ കാർട്ടൂൺ അച്ചടിച്ചു വരുന്ന 1908. ഇത് നടപ്പിലാക്കണം എന്തിനാ 1918. ആ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധം. എന്ത് അതെ 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 ഒന്ന് ഫ്രാൻസാണ്, ഒന്ന് റഷ്യയാണ്. ഫ്രാൻസിന്റെ വീക്ഷണത്തിൽ അത് ഫ്രാൻസ് എടുക്കുമെന്നാണ് ഫ്രാൻസിന്റെ വീക്ഷണത്തിൽ. പക്ഷെ നടപ്പിലാക്കിയത് ആരാ? ബ്രിട്ടനാണ്. ഭൂരിഭാഗം ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ട്. 25% ഫ്രാൻസ് കിട്ടി. ഞാൻ പറയാം, അതായത് ഒരു ഓരിയെട്ടെണ്ണം എടുത്തു ഫ്രാൻസും റഷ്യയും. ഓരിയെട്ടെടുത്തു. 50% ബ്രിട്ടൻ കിട്ടി, 25% ഫ്രാൻസിനും കിട്ടി. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലാഭത്തിന്റെ 50% കിട്ടിയത് ബ്രിട്ടന്. 50% ബ്രിട്ടന്, 25% ഫ്രാൻസിന് കിട്ടി. നെതർലാൻഡിന് 22% കിട്ടി. പിന്നെ 3% മുതലാളിമാർക്കും കിട്ടി. അതാ 100%. മനസ്സിലായില്ല? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തുർക്കിയിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയുടെ ലാഭത്തിന്റെ 50% ആർക്ക്? ബ്രിട്ടന്. 25% ഫ്രാൻസിന്, 22% നെതർലാൻഡിന്, 3% മുതലാളിമാർക്ക്. മുതലാളിമാർക്ക് 3% മതി. കാരണം 3% തന്നെ കോടാനക്കോടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് അവിടെയാണ്. ഏതാണ് ഈ സമ്പത്ത്? പെട്രോളിയം. എന്നിട്ട് നമ്മൾ എല്ലാ സൂര്യൻ ഉദിച്ചാലും പറയാം കുത്തിരിക്കാണ് എന്ത് സ്വർണ്ണമല ഇപ്പൊ പൊങ്ങുന്നു. സ്വർണത്തിന് ഈ വില ഇല്ല. സ്വർണത്തിന് ഈ വില എന്താ എങ്ങനെയുള്ളത്? ചിന്തിക്ക്. അപ്പൊ ഇതാണ് 1908 അച്ചടിച്ചു വന്നൊരു കാർട്ടൂണാണത്. ലേ പെറ്റിറ്റ് ജേർണൽ എന്ന ഒരു ഫ്രഞ്ച് പത്രത്തിൽ 1908 അച്ചടിച്ചു വന്ന ഒരു കാർട്ടൂണാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർ കരുതിക്കൂട്ടി കളിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം. എല്ലാത്തിൻ്റെ പിന്നിലും അതാണ്. അതായത് 1902 എന്താ പറയാ, ഇറാനിൽ പെട്രോളിയം കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവില്ല. എന്നല്ല, ഞാൻ പറയട്ടെ, എന്നല്ല, ഇത്ര വലിയ ഒരു പെട്രോളിയം ശേഖരം അമേരിക്കയിലാണ് കണ്ടുപിടിച്ചതെങ്കിൽ ലോകത്തിന്റെ ഗതി വേറൊന്നാവും. ആസ്ട്രേലിയയിലാണെങ്കിൽ ലോകത്തിന്റെ ഗതി വേറൊന്നാവും. ഇത് എവിടെ കണ്ടുപിടിച്ചത്? ഏഷ്യയുടെ ഹൃദയത്തിൽ.
അവിടെ ഭരിക്കണത് ആരാ? തുർക്കി ഖലീഫമാര്. തുർക്കി ഖലീഫമാര് ഭരിച്ചിരുന്ന നാട്ടിലൊന്നും പെട്രോൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അവരിങ്ങനെ താവഴി ഇപ്പോഴും വരുന്നുണ്ടാവും ഈ പാവപ്പെട്ട ഒരു നാടിന്റെ ഭരണാധികാരിയായിട്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സൗകര്യങ്ങളില്ലാതെ മുതൽ വന്നത്. റോൾസ് റോയ്സ്, അബ്ദുൽ അസീസ് രാജാവ് റോൾസ് റോയ്സ് ബുക്ക് ചെയ്യുമ്പോൾ ആകെ 600 കിലോമീറ്റർ സൗദി അറേബ്യയിൽ ടാറിട്ട റോഡുള്ളൂ. പുറത്തു പറയണ്ട്. എന്താ പറഞ്ഞേ? റോൾസ് റോയ്സ് വാങ്ങിച്ച റോഡ് ഉണ്ടാക്കിയോ? എന്താണ് മുതലിട്ട് വരികയാണ്, പണം അങ്ങോട്ട് വരികയാണ്, എന്ത് ചെയ്യുന്നു? എന്താ പറഞ്ഞു പോയോ? എന്താ പറഞ്ഞേ? അബ്ദുൽ അസീസ്, വഹാബി രാജാവായ അബ്ദുൽ അസീസ് രാജാവ് റോൾസ് റോയ്സ്, ബ്രിട്ടീഷ് രാജകുമാരിമാർക്ക് നടക്കാനുള്ള വാഹനമാണ് ഇത്. ഇന്നോവ അല്ല, എന്ത്? റോൾസ് റോയ്സ്. റോൾസ് റോയ്സ് ബുക്ക് ചെയ്യുമ്പോൾ സൗദി അറേബ്യയിൽ ആകെ പേരിന് ഒരു ഒറ്റ വണ്ടിക്ക് പോകാവുന്ന കോലത്തിൽ ടാറിട്ടത് 600 കിലോമീറ്ററാണ് ആകെ. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ത് 6 വരി പാത അങ്ങോട്ട് ഇങ്ങോട്ട്. ഉമ്രക്ക് പോയാല് ഉമ്രൊന്നും ചെയ്താൽ ശരിയായിട്ടില്ലെങ്കിലും റോഡ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ പെട്രോളിന്റെ ഉൽപ്പന്നമാണ് സഹോദരങ്ങളെ. 800 ആദ്യം വാങ്ങിയത്. തന്നെ എന്താണ്? റോൾസ് റോയ്സ്. ഞാൻ അങ്ങനെ വെറുതെ വിളിച്ചറിയാൻ പാടില്ല, പഠിച്ചിട്ടല്ലാതെ. അബ്ദുൽ അസീസ് രാജാവ് ബ്രിട്ടീഷ് രാജകുമാരിമാർക്ക് നടക്കാനുള്ള റോൾസ് റോയ്സ് ആണ് ആദ്യം ബുക്ക് ചെയ്യണത് തന്നെ. അപ്പോൾ ആകെ 600 കിലോമീറ്റർ ഒറ്റ വണ്ടിക്ക് പോകാൻ പൊട്ടിപ്പൊളിഞ്ഞ കോലത്തിൽ സൗദി അറേബ്യയിൽ ടാറിട്ടിട്ടുള്ളൂ. നിങ്ങൾ പഠിക്കും. പിന്നെയാണ് ഈ വികസനമൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ പെട്രോളിയം എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് അബ്ദുൽ ഹമീദ് രണ്ടാമനോട് പലവട്ടവും അപേക്ഷിക്കുന്നുണ്ട്. അതിന്റെ എക്സ്പെർട്ടുകൾ അദ്ദേഹം തയ്യാറായില്ല. ഒരു പക്ഷെ ഇങ്ങനെയാകാം, അത് പാശ്ചാത്യ ശക്തികൾക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ വിലസാനുള്ള സാധ്യത ഉണ്ടാകാം. പുരോഗതിക്കെതിരായത് കൊണ്ടല്ല, രാജ്യം ഒന്ന് കൈപ്പിടിയിൽ ഒതുങ്ങാതെ അതിന് മെനക്കെടേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസം 1000കണക്കായ സ്വലാത്ത് എന്നൊരു മനുഷ്യൻ റസൂലുള്ള എടുക്കണ്ട എന്നുള്ള സാധനം അയാളുടെ കൽപ്പന പ്രകാരം എടുക്കരുതെന്ന് അല്ലാഹു തആല നിയോഗം ഉണ്ടാവും. സാധാരണ മനുഷ്യനല്ല, ദിവസേന 1000കണക്കായ സ്വലാത്ത് മുസ്തഫ റസൂലുള്ളാഹിക്ക് ചെല്ലുന്ന ആളായിരുന്നു ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ കൽപ്പന കൊണ്ട് ആ സാധനം എടുക്കരുത് എന്ന ഒരു വിധി അല്ലാഹു തആലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അതായിരിക്കും അത്. ഏതായാലും അബ്ദുൽ ഹമീദിന്റെ കാലത്ത് ഉണ്ടായില്ല. അബ്ദുൽ ഹമീദിനെ ഏകദേശം മാസങ്ങളാണ് അബ്ദുൽ ഹമീദിനെ കൊട്ടാരത്തിൽ ഉപരോധിക്കുന്നത്. ആരാ? തിയഡോർ ഹഡ്സലാണ് 901 വന്ന സംഭവം ഞങ്ങളോട് പറഞ്ഞു. എന്തിനാ വന്നതെന്നറിയോ? ഫലസ്തീൻ ഞങ്ങൾക്ക് വിൽക്കണം. ഈ ഫലസ്തീൻ എന്ന വാക്കൊന്ന് പറഞ്ഞുതരാം. ഫലസ്തീൻ, ഈ ഫലസ്തീൻ എന്ന പേരിട്ടതിന് നമ്മളല്ല, അത് നമ്മളെ വാക്കുമല്ല. ഫലസ്തീൻ നമ്മളെ വാക്ക് ഖുദ്സാണ്. ഇന്ന് നമ്മളെ വാക്ക് ഉപയോഗത്തിലേ ഇല്ല. ഫലസ്തീൻ എന്നത് ബ്രിട്ടന്റെ യൂറോപ്യന്മാരിട്ട പേരാണ്. എന്ത്? ആ ഏരിയക്ക് ഫലസ്തീൻ എന്ന് പേരിട്ടത് യൂറോപ്യന്മാരാണ്, മുസ്ലിങ്ങളല്ല. നമ്മളെ അവിടെ ഇട്ട പേരെന്താണ്? ചരിത്രാതീത കാലം മുതലേ മുസ്ലിം സമുദായവും ഇബ്രാഹിമി ജനതയും ഒക്കെ അവിടെ ഇട്ട പേരാണ് എന്ത്? ഖുദ്സ്. മൻ അറാദ അൻ യൻദുറ ഇലാ മദീനത്തിൻ മിൻ മുദ്നിൽ ജന്ന ഫൽയൻദുർ ഇലൽ ഖുദ്സ് എന്ന ഹബീബ റസൂലുള്ളാഹ്. ഖുദ്സ് പട്ടണത്തിൽ നോക്കിക്കോ. ഖുദ്സ്, ഫലസ്തീൻ അല്ല. ഫലസ്തീൻ എന്നത് ഒരു കുരുത്തം കെട്ട വാക്കാണ്. ഫിലിസ്തീയന്മാരോട് കാടന്മാരായ ഫിലിസ്തീയന്മാരോട് ഇസ്രായേലികൾ യുദ്ധം ചെയ്ത കഥ പഴയ നിയമത്തിലുണ്ട്. എന്താ ഫിലിസ്തീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ അംഗീകരിക്കാത്ത, മോട്ട് കാട്ടി നടക്കുന്ന, ഒരു നന്മയും ആഗ്രഹിക്കാത്ത രക്തദാഹികളായ ഒരു ജനതക്കുള്ള പേരാണെന്ത്? ഫിലിസ്തീൻസ്. നിങ്ങൾ അടുത്ത യുദ്ധം തുടങ്ങും എനിക്കെതിരെ. ഇപ്പൊ പലസ്തീനെ കുറ്റം പറഞ്ഞു അയാൾ. മുസ്ലിങ്ങൾ ഉപയോഗിക്കേണ്ട പേരല്ല എന്ത്? ഫലസ്തീൻ. മുസ്ലിങ്ങൾ ഇട്ട പേരും അല്ല.
മുസ്ലിങ്ങൾ അതിനുപയോഗിക്കുന്ന പേര് ഖുദ്സ് എന്നാണ്. ഇമാറത്തുൽ ഖുദ്സി ഖറാബു യസ്രിബ വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ. ഹബീബ റസൂലുള്ളാഹിന്റെ എത്ര ഹദീസുകളാണുള്ളത്? ഫലസ്തീൻ ഹദീസിലേ ഇല്ല. എന്താണുള്ളത്? ഖുദ്സ്. എന്താ? അത് ഗ്രീക്ക് പദമാണ് ഫലസ്തീൻ. ഫിലിസ്തീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഫലസ്തീൻ ഉണ്ടായത്. ഫിലിസ്തീന്മാരോട് ഇസ്രായേല്യർ, മനസ്സിലായില്ല, പ്രവാചകന്മാരുടെ കൂട്ടമായ ഇസ്രായേലി ജനത മോട്ട് കാട്ടി നടക്കുന്ന രക്തദാഹികളായ, ദൈവത്തെ നിഷേധിക്കുന്ന, ഒരു നന്മയും ആഗ്രഹിക്കാത്ത ഫിലിസ്തീന്മാരോട് ഇസ്രായേല്യർ യുദ്ധം ചെയ്തിരുന്ന കഥ പഴയ നിയമത്തിലുണ്ട്. ഈ വാക്ക് പിന്നീട് ആ ഏരിയയുടെ മേൽ ബ്രിട്ടനും ഗ്രീസും നടപ്പിലാക്കി. ഇതാണ് എന്ത്? ഇന്നത്തെ ഫലസ്തീൻ. ഫലസ്തീൻ നമ്മളെ വാക്കേ അല്ല. ഫലസ്തീൻ നമ്മുടെ വാക്കേ അല്ല. ഫലസ്തീന്റെ പതാക നമ്മുടെ പതാകയും അല്ല, അത് മാർക്ക് സൈക്കസിന്റെ പതാകയാണ്. ആ പതാക രൂപകൽപ്പന ചെയ്യുന്നത് പോലും മാർക്ക് സൈക്കസ് ആണ്. മാർക്ക് സൈക്കസിനെ പോലെ ഒരു ഉപദ്രവകാരി 20-ാം നൂറ്റാണ്ടിൽ ഏഷ്യയുടെ മേലുണ്ടായിട്ടില്ല. അതാണ് മാർക്ക് സൈക്കസ്. കുവൈത്ത്, ലബനാന്, ജോർദാന്, എന്താ പറയുക, ഫലസ്തീന് അടക്കമുള്ള ഇന്ന് നമ്മളുടെ മുസ്ലിം ലോകത്ത് കാണുന്ന 90% രാജ്യങ്ങളുടെയും പതാക മാർക്ക് സൈക്കസ് രൂപകൽപ്പന ചെയ്തതാണ്. അതാണ് ഇപ്പോഴും അവരുടെ പതാക. അതും നമ്മുടെ പതാകയല്ല. അതിൻ്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. ഫലസ്തീന്റെ പതാക മുസ്ലിങ്ങളുടേതല്ല, മുസ്ലിങ്ങൾ രൂപകൽപ്പന ചെയ്തതുമല്ല. അങ്ങനെയാണ്. ഫലസ്തീൻ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഫലസ്തീൻ നേതാക്കന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. യാസർ അറഫാത്ത് ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്തിനാണ് യാസർ അറഫാത്ത് വാദിച്ചത്? അറബ് ഇസ്രായേലി വിഭജനം, അറബ് ജൂയിഷ് വിഭജനം, അതായത് സ്വതന്ത്രമായ രാഷ്ട്രം അറബികൾക്ക്, സ്വതന്ത്രമായ രാഷ്ട്രം ജൂതന്മാർക്ക്. അറബ് ജൂയിഷ് ഭരണകൂടങ്ങളെ ഇനി അവസാനത്തെ അദ്ദേഹത്തിന്റെ വാദം അതാണ്. തുടക്കം അങ്ങനെ തന്നെയാണ്. അറബ് നാഷണലിറ്റിയുടെ ഉൽപ്പന്നമാണ് PLO. അറബ് നാഷണലിസമാണ് അവർ കൊണ്ടുവന്നത്, ഇസ്ലാമിയത്തല്ല. നാഷണലിസം എന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു സംഗതിയും അല്ല. മനസ്സിലായില്ല? ഒരു ധാർമ്മിക മൂല്യത്തെയും ഉയർത്തിപ്പിടിക്കാതെ നമ്മുടെ ഏത് കാര്യം, നാഷണലിസം ഇസ്ലാമിന്റെ ഉൽപ്പന്നമല്ല. കേവലമുള്ള ദേശീയത, നേരും നെറികേടും നോക്കാത്തുള്ള ദേശീയത ഇസ്ലാം അംഗീകരിക്കാത്തൊരു സംഗതിയാണ്. ദേശത്തോട് കൂറുവേണ്ടേ? വേണം. പക്ഷെ ധർമ്മമാണ് പ്രധാനം. ധർമ്മമാണ്. മതം അങ്ങനെ തന്നെയല്ലേ? നീതിമാനായ ഒരു ഹിന്ദുവും അനീതിയുള്ളൊരു മുസ്ലിമുമാണെങ്കിൽ നമ്മൾ വിധി കൽപ്പിക്കേണ്ടത് ആരെ കൂടെയാണ്? നമ്മൾ വിധി പറയേണ്ടത്, ജഡ്ജി വിധി പറയേണ്ടത് ആർക്കാണ്? ഹിന്ദുവിനാണ്. ഇസ്ലാമിൽ അങ്ങനെ നിയമമല്ല. മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇസ്ലാം നിയമങ്ങളില്ല, നീതിയെ രക്ഷപ്പെടുത്തണം. മനസ്സിലായില്ല? ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തർക്കിച്ചാൽ ഒരു മുസ്ലിമായ ജഡ്ജിയുടെ മുന്നിൽ കേസ് വന്നാൽ അയാൾ എന്തിന്റെ കൂടെ നിൽക്കണം? നീതി. ബസ്. മുസ്ലിമിനനുസരിച്ച് വിധി പറയുന്നവൻ മുസ്ലിം ആവൂല. അവിടെ മുസ്ലിമിനനുസരിച്ച് വിധിയേ ഇല്ല. എന്തിനനുസരിച്ചാകണം വിധി? നീതി. നീതി ഹിന്ദുവിന്റെ കയ്യിലാണെങ്കിൽ അയാൾക്ക് നീതി കൊടുക്കണം. നീതിക്കപ്പുറം ഒരു വർത്തമാനം ഇസ്ലാം പറയാൻ പറ്റില്ല. എന്താണ് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പകരം വെക്കാനില്ലാത്തൊരാശയം. ഒരു മതത്തിന് വേണ്ടി വാദിക്കുക, ഒറ്റ കളിയൊന്നും നടക്കൂല. പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ദിവസം ഭരണാധികാരി പള്ളി വിളിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു ക്രിസ്തീയ സ്ത്രീ വന്ന് പറഞ്ഞു, പട്ടാളക്കാർ നിർബന്ധപൂർവ്വം എനിക്ക് പണം തന്ന് എന്നെ ഒഴിപ്പിച്ചതാണ്. പണം തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒഴിപ്പിഞ്ഞു പോകുന്നത് ഇഷ്ടമില്ല. ഇത് ഞാനും എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ താമസിച്ച മണ്ണ. അവസാനം ഈ പട്ടാളക്കാർ വന്ന് ബാക്കിയുള്ള ഭൂമിയൊക്കെ പള്ളിക്ക് കിട്ടി, ഇത് ഞാൻ കൊടുക്കൂലായിരുന്നു. അപ്പോൾ അവരെ നിർബന്ധിച്ചു എനിക്ക് പണം തന്നു എന്നെ പുറത്താക്കിയ. അപ്പോൾ ഖലീഫ ഉദ്ഘാടനത്തിന് നിൽക്കുന്ന നേരത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ വിധി എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു മഹസൂബത്താണ്, പിടിച്ചടക്കിയ ഭൂമി പള്ളിയാക്കാൻ പറ്റൂല, എന്നാ പൊളിച്ചാളി. ഉദ്ഘാടനത്തിന് എന്ന പള്ളി പൊളിച്ചു. ആരാ ചെയ്തത്? ഹാറൂൺ റഷീദ്. ആരാ പത്ത് കൊടുത്തത്? ബഗ്ദാദിലെ പണ്ഡിതന്മാര്. ആർക്കനുകൂലമായ വിധി? ഒരു ക്രിസ്തീയ വൃദ്ധക്ക് അനുകൂലമായ വിധി. ഞാൻ എന്താ കേൾക്കേണ്ടത്? മനസ്സിലാണ്ട പറഞ്ഞത്?
അപ്പൊ കേവലമുള്ള നാഷണലിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉൽപ്പന്നമല്ല, PLO അതിന്റെ ഉൽപ്പന്നാണ്. അത് യൂറോപ്യൻ സൃഷ്ടിയുമാണ്. നാഷണലിസം എന്ന് പറഞ്ഞത് യൂറോപ്യൻ സൃഷ്ടിയാണ്. ബിലാദക ഖദ്ദിംഹാ അലാ കുല്ലി മില്ലതി വമിൻ അജ്ലിഹാ അഫ്തിർ വമിൻ അജ്ലിഹാ സുമീ. ഒരു കാലത്ത് എന്താ പറയുക, ഈജിപ്ഷ്യൻ നാഷണൽ അക്കാദമി അവാർഡ് കൊടുത്തൊരു കവിത, അത് 1960കളിൽ. ബിലാദക ഖദ്ദിംഹാ അലാ കുല്ലി മില്ലതി വമിൻ അജ്ലിഹാ അഫ്തിർ വമിൻ അജ്ലിഹാ സുമീ. ബിലാദക ഖദ്ദിംഹാ, ദേശങ്ങളെ മുന്തിക്കുക, അലാ കുല്ലി മില്ലത്തി, ഏത് മതത്തെക്കാളും. നാഷണലിസത്തെ മുന്തിക്കുക, പ്രാധാന്യം മതത്തിനല്ല, എന്താണ്, നാഷണലിസത്തിനാണ്. വമിൻ അജ്ലിഹാ, ദേശത്തിന് വേണ്ടി അഫ്തിർ, നോമ്പ് ഉപേക്ഷിക്കുക. വമിൻ അജ്ലിഹാ സുമി, രാജ്യത്തിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുക. നോമ്പ് വിൽക്കുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി നോമ്പ് പറ്റോ, മതത്തിന് വേണ്ടിയല്ല. സലാമുൻ അലാ കുഫ്രി വഹീദു ബൈനനാ വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബി ജഹന്നമി. സലാമുൻ അലാ കുഫ്രിൻ, അങ്ങനെ ചെയ്താൽ കാഫിറാവോ? സലാമുൻ അലാ കുഫ്രിൻ, കുഫ്റിന് സ്വാഗതം. വഹീദ് ബൈനനാ, നമുക്കിടയിൽ ഐക്യം കൊണ്ടുവരുന്നത് കുഫറാണോ? നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഐക്യപ്പെടുന്നത് കുഫറാണോ? കുഫറിന് സ്വാഗതം. വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബി ജഹന്നമി, അത് കഴിഞ്ഞാൽ പിന്നെ നരകമാണോ? നരകത്തിന് സ്വാഗതം. വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബി ജഹന്നമി. ഇത് ഈജിപ്ഷ്യൻ നാഷണൽ അക്കാദമി ഏറ്റവും വലിയ കവിതക്ക് അവാർഡ് കൊടുത്ത കവിത 1960. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളെല്ലാ അറബിയും ഉദുകൊടുത്ത് ചെല്ലണ്ട. അറബി എന്ന് പറയുമ്പോഴത്തേന് ഉദുകൊടുത്ത് ചെല്ലണ്ട. നിങ്ങൾ ആ കവിത ഒന്ന് നോക്ക്. ഈജിപ്ഷ്യൻ കവിതയാ, ജമാലുദ്ദീൻ നസറിന്റെ കാലഘട്ടത്തിൽ 1960കളിൽ. بلادك قدمها على كل ملتي ومن أجلها أفطر ومن أجلها صمي. നോമ്പ് മുറിക്കുക, അതിനാണ് ഇഫ്താർ എന്ന് പറയുക. അഫ്തിർ ഒമിൻ അജില, രാജ്യത്തിന് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചു. ഒമിൻ അജിലിഹാ സുമി, രാജ്യത്തിന് വേണ്ടി നോമ്പ് നോറ്റോ. അലാ കുല്ലി മില്ലത്തി, ഏത് മതത്തിനേക്കാളും മുന്തിക്കേണ്ട സ്വന്തം രാജ്യത്തെയാണ്. നാഷണലിസം. സലാമുൻ അലാ കുഫ്രിൻ യുവഹിദു ബൈനന, ഒരു ജനത്തെ ഒന്നിപ്പിക്കുന്നത് കുഫറാണെങ്കിൽ കുഫറിന് സ്വാഗതം. വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബി ജഹന്നമി, കുഫറിനെ സ്വീകരിച്ചാൽ പിന്നെ നരകമാണോ? നരകത്തിന് സ്വാഗതം. അവാർഡ് ഈ കവിതക്കാണ് 1960കളിൽ ഈജിപ്ഷ്യൻ നാഷണൽ അക്കാദമി അവാർഡ് കൊടുത്താണ്. അല്ല, അവരെല്ലാവരും അങ്ങനെയാണ്. ഈജിപ്തിലെ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും എല്ലാം, അല്ലെങ്കിൽ അറബ് ലോകത്ത് ഈ 900-ന് ശേഷം വന്ന അറബ് സാഹിത്യന്മാരുടെ മുഴുവനും ലിബറലിസ്റ്റുകളാണ്. അത് വേറൊരു വിഷയമാണ്. നജീബ് മഹ്ഫൂദൊക്കെ അടക്കം, താഹ ഹുസൈനൊക്കെ അടക്കം, ഇവരൊക്കെ നാഷണലിസ്റ്റുകളാണ്. താഹ ഹുസൈനൊക്കെ നമ്മളെ നാട്ടിലെ MT എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു MT ആണ് താഹ ഹുസൈൻ. പക്ഷേ നാഷണലിസ്റ്റാണ്, അല്ല ഒരു ലിബറലിസ്റ്റാണ്. അങ്ങനത്തെ ലിബറൽ ചിന്തകളാണ് അവരൊക്കെ തലയിൽ. എവിടുന്ന് അവർക്കത് കിട്ടി? എവിടുന്നാണ് കിട്ടിയത്? യൂറോപ്പിൽ നിന്ന്. യൂറോപ്യൻ വിദ്യാഭ്യാസം നാശാകും. അങ്ങനെ എന്താണ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ? പൈശാചിക താല്പര്യങ്ങളെയും പൈശാചിക ചിന്തകളെയും ആയിരക്കണക്കായ കൊല്ലങ്ങൾ ഒളിച്ചു കിടത്തിയ ഒരു രാജ്യം, ഒരു ദേശം ലോകത്തുണ്ട് യൂറോപ്പ്. അപ്പൊ അവിടെ പൈശാചികതയെ വരൂ. അപ്പം അത് കൊണ്ടുവന്നു നമ്മളിപ്പോൾ സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ 1970-കൾക്ക് 80-കൾക്കൊക്കെ ശേഷം. പക്ഷേ അതേ സമയത്ത് സമന്വയ വിദ്യാഭ്യാസം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടപ്പിലാക്കിയ നാടാണേത്? ഈജിപ്ത്. എന്താ അവിടുത്തെ അവസ്ഥ? പരിതാപകരം. യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ അഡപ്റ്റ് ചെയ്ത് യൂറോപ്യൻ ചിന്തകളെയും. ഇതന്നെയാണ് ആർക്കും സംഭവിച്ചത്. യുവതുർക്കികൾക്ക് ചതിയന്മാരാണ് അവർ രാജ്യത്തെ ബ്രിട്ടന് വേണ്ടി ഒറ്റിക്കൊടുത്തു, സൗകര്യമൊരുക്കി. രാജ്യം അതിൻ്റെ പൗരാണികമായ ട്രഡീഷണൽ രീതികളിൽ നിലനിന്ന് പോരണമെന്ന് താല്പര്യമുള്ള ഭരണാധികാരികളെ 1908 ഏപ്രിൽ മാസം മുതൽ അവർ ഉപരോധിച്ചു. പിന്നെ 1909 തുടക്കത്തിൽ ജനുവരിയിൽ അവർ ഗ്രീസിലേക്ക് നാട് കടത്തി. പിന്നെ ആ മനുഷ്യൻ
അത് മുതൽ ഏകദേശം ആ മനുഷ്യൻ 1918 മരിക്കുന്നത് വരെ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടാണ് തുർക്കി തകരുന്നതൊക്കെ കണ്ടിട്ടാണ് അബ്ദുൽ ഹമീദ് മരിക്കുന്നത്. ഗ്രീസിലേക്ക് നാടുകടത്തി അബ്ദുൽ ഹമീദിനെ. അപ്പൊ ഈ വിഷയങ്ങൾ ഇവിടെ പറയുന്നത് കൊണ്ടുവന്നതെല്ലാത്തിൻ്റെയും പിന്നിൽ താല്പര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. അതായത് ഈ മെസോപ്പൊട്ടോമിയൻ ഏരിയയിൽ അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദീതട താഴ്വരയിൽ പെട്രോൾ 900-ന്റെ തുടക്കത്തിൽ കണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം എന്നൊരു സാധനം ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അതിന് കാരണം എന്താ? അത്രയും വലിയ സമ്പത്താണ് ഇവിടെ വരുന്നത്. അത്രയും വലിയ സമ്പത്തിന്റെ ശേഖരം ഈ രാജ്യത്ത് ഈ ദേശത്തുള്ളത് അവർ കണ്ടു മനസ്സിലാക്കി. അപ്പൊ പിന്നെ ആ നാട്ടിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. നേട്ടങ്ങളുണ്ടായി. ലോകത്തുനിന്ന് കാണുന്ന യൂറോപ്യൻ മാറ്റങ്ങൾക്കും സൗകര്യങ്ങളുടെ മുഴുവനും അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഈ പെട്രോൾ കൊണ്ട് അവർ നേടിയെടുത്തതാണ്. ആ പെട്രോൾ സുലഭമായി കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായ മണ്ണാണ് ഏത്? അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ 50%, ഫ്രാൻസിന് 25%, നെതർലാൻഡിന് 22% ലാഭം. നെതർലാൻഡിന്റെ കമ്പനിയാണ് ഷെല്ല്. മനസ്സിലായില്ല? നമ്മുടെ നാട് ഷെല്ലില്ലേ, ഈ ഗ്രീസ് പോലത്തെ ഒക്കെ വിൽക്കുന്ന ഷെല്ല്, എഞ്ചിൻ ഓയിൽ പോലെ ഒക്കെ ഷെല്ല്. അതെ, ഷെല്ലിൽ പെട്രോൾ ഉണ്ടല്ലേ കുട്ടി. അടിസ്ഥാനപരമായി ഷെല്ല് നെതർലാൻഡിൽ പെട്രോള് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ യൂഫ്രട്ടീസ് നദീതടത്തിൽ കണ്ടെടുത്തപ്പോൾ 22% നെതർലാൻഡിന് കിട്ടി. നെതർലാൻഡിന്റെ കമ്പനിയാണ് എന്ത്? ഷെല്ലിന്റെ പെട്രോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പെട്രോളിന്റെ ഒരുപാട് ബൈ പ്രോഡക്റ്റുകൾ ലോകത്ത് എത്തിക്കുന്നത് ഷെല്ലാണ്. നെതർലാൻഡിന്റെ 22%. 3% അവിടെ ബാക്കിയുണ്ടാവും. ഇത് ക്ലൗസ്റ്റേ ഗുൽബെങ്കിയാൻ എന്നൊരാളുണ്ടായിരുന്നു. അയാളാണ് ശതകോടീശ്വരൻ. അയാളാണ് മുതലിറക്കിയത്. ക്ലൗസ്റ്റേ ഗുൽബെങ്കിയാൻ, അയാൾ അർമേനിയൻ ശതകോടീശ്വരൻ, അർമേനിയക്കാരനാണ്. അയാൾക്ക് 3% മതി. ലോകത്തെ നമ്പർ 1 പണക്കാരനായി ഈ 3% കൊണ്ട്. ആര്? ഗുൽബെങ്കിയാൻ. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സാൻഡ്രിയ മോയിൽ ഓയിൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. 1920 ഏപ്രിൽ 24. 1920 ഏപ്രിൽ 24 സാൻഡ്രിയ മോയിലെ ഓയിൽ എഗ്രിമെന്റ്. അതിന് യൂറോപ്യൻ ശക്തികളെല്ലാം ഒരുമിച്ച് കൂടി. ബ്രിട്ടന് 50% കൊടുത്തു, ഫ്രാൻസിന് 25%, നെതർലാൻഡിന് 22%. പിന്നെ അർമേനിയൻ ശതകോടീശ്വരനായിരുന്ന ക്ലൗസ്റ്റേ ഗുൽബെങ്കിയാന് 3%, 5% ചില ചരിത്ര രേഖകളിൽ കാണുന്നുണ്ട്. 20% നെതർലാൻഡിനുള്ളൂ, 22% ഇല്ല. അർമേനിയൻ ശതകോടീശ്വരനാണ് പണമിറക്കേണ്ടത്. അയാളുടെ അവസ്ഥ തന്നെ മാറി. അയാൾ ലോകത്തെ നമ്പർ 1 പണക്കാരനായി. ഗുൽബെങ്കിയാൻ ഈ പെട്രോൾ എടുത്തിട്ട് പണം അങ്ങോട്ട് കുമിഞ്ഞുകൂടി. ഇതൊക്കെയാണ് അടിസ്ഥാനം. ഇതാണ് ഈ ഒരു സാധനം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞ ഈ സാധനം എടുത്തില്ലായിരുന്നുവെങ്കിൽ യാതൊരു പ്രശ്നവും ഈ താഴ്വരക്കോ ഈ പ്രദേശത്തിനോ ഏഷ്യൻ രാജ്യങ്ങൾക്കോ അറബ് രാജ്യങ്ങൾക്കോ ഒരിക്കലും ഉണ്ടാവുക. ആരും തിരിഞ്ഞു നോക്കൂല. ഉദാഹരണം പറയാം, മക്കയുടെ പരിസരത്തൂടെ പലതവണ അലക്സാണ്ടർ കടന്നു പോയിട്ടുണ്ട്. BC 4-ാം നൂറ്റാണ്ടിൽ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ട്? അയാൾ മോഷ്ടിക്കാൻ വന്നാണ്. ഡ്രൈ ആയ നാട്